ഹലോ, നമസ്കാരം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കാണാൻ പോയ ഒരു പടമാണ് സുമതി വളവ് എന്ന് പറയുന്ന ചിത്രം. അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച ഒരു സിനിമ. അപ്പോൾ ഈ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു പക്ഷെ പ്രതീക്ഷിച്ചത് ഒരു തമാശ പടം എന്ന രീതിയിലാണ് ഞാൻ കാണാൻ പോയത്. പക്ഷേ അതൊരു തമാശ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് തന്നെ സംശയമായിരുന്നു. അതൊരു പ്രേതപടം രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ഹൊറർ കോമഡി എന്ന രീതിയിലാണ് ഈ പടം ഇറക്കിയത്. വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു പടമായിരുന്നു ഈ സുമതി വളവ്. ഒരു വനത്തിന് അതിർത്തി പ്രദേശത്ത്, കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിന്റെ അടുത്തൊരു കഥയും കഥാപശ്ചാത്തലത്തിലാണ് കഥ നീങ്ങുന്നത്. വലിയ താരനിര നമ്മുടെ ഈ സിനിമയ്ക്കുണ്ട്. അതേപോലെ അർജുൻ അശോകൻ, ഷൈജു കുറുപ്പ്, പിന്നെ നന്ദു, അങ്ങനെ നിരവധി താരങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ, അവനൊക്കെ ഈ സിനിമയിലുണ്ട്. ഒരു വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു പടമായിരുന്നു അത്. ഈ സിനിമയിൽ 5-6 പാട്ടുകൾ ഉണ്ടെന്നുണ്ട്. അവസരത്തിലൊക്കെ പാട്ട്. നായകൻ തിരിയുമ്പോൾ പാട്ട്, നടക്കുമ്പോൾ പാട്ട്, ചിരിക്കുമ്പോൾ പാട്ട്, ഇത്തരത്തിലുള്ള ഒരു പാട്ടുകൾ. ഈ പാട്ടുകളും അതേപോലെ തന്നെ വളരെയധികം നിരാശപ്പെടുത്തിയൊരു പാട്ടുകളും. അതോടൊപ്പം തന്നെ ഈ ചില പാട്ടുകൾക്ക് പാട്ട് ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ മ്യൂസിക് വേറെ സൈഡിൽ കൂടെ പോകുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ സിനിമയുടെ മൊത്തത്തിലൊരു ആകത്തുക എന്ന് പറയാനായിട്ട്. വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു പടമാണ് നമ്മുടെ മലയാളത്തിൽ ഇപ്പം ഇറങ്ങിയ സുമതി വളവ് എന്ന് പറയുന്ന പടം. അഭിലാഷ് പിള്ളയാണ് അതിൻ്റെ റൈറ്റർ, വിഷ്ണു ശശി ശങ്കറാണ് അതിൻ്റെ ഡയറക്ടർ. എല്ലാം പുതുമുഖങ്ങളാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ എന്ന് തോന്നുന്നു. ഡയറക്ടർ വിഷ്ണു ശശി. ഞാൻ ഇതിനു മുന്നേ വേറെ പടങ്ങളൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ. പിന്നെ പ്രൊഡ്യൂസർ നമ്മുടെ ഗോകുലൻ. അതോടൊപ്പം ക്യാമറ ചെയ്തത് ആരാന്നറിയാം. ക്യാമറ ഒരുവിധം നന്നായിരുന്നു. നല്ല ഡ്രോൺ എഫക്റ്റും അതേപോലെ ഡ്രോൺ ക്യാമറയും യൂസ് ചെയ്തിട്ടുണ്ട്. നിതിൻ പ്രഭാകരാണ് അതിന്റെ ക്യാമറ. ഷെഫീഖ് മുഹമ്മദ് അലിയാണ് അതിന്റെ എഡിറ്റർ. അതേപോലെ PV ശങ്കറാണ് സിനിമാറ്റോഗ്രാഫർ. ഈ പറഞ്ഞ ആളുകളിലൊക്കെ വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു പടമായിരുന്നു. ആരും അങ്ങനെ അതിലൊരു ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ചിരുന്ന ഒരു കുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചു തോന്നി. ബാക്കി എല്ലാവരുടെയും അഭിനയം തന്നെ, അർജുൻ അശോകന്റെ അടക്കം ഉള്ളവരുടെ അഭിനയം വളരെയധികം ശരാശരിയേക്ക് താഴെ നിലവാരം പുലർത്തിയ ഒരു പടമായിരുന്നു. ഈ സിനിമയുടെ പ്രധാന കഥ, അല്ലെങ്കിൽ കഥ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് സുമതി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള യക്ഷിയും അതേപോലെ ബന്ധപ്പെട്ടുള്ളൊരു കഥയാണ് ഇതിലുള്ളത്. നമ്മൾ പണ്ട് നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിൽ സൽസമുക്ക് പോലത്തെ ഒരു ശാപം പിടിച്ചൊരു സ്ഥലം എന്ന രീതിയിലായിരിക്കും ഈ സുമതി വളവ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ഈ പോകുന്നത്. ഈ സുമതി വളവിലാണ് നമ്മൾ ഭയങ്കര യക്ഷിയും അതേപോലെ പ്രേതമൊക്കെ വരുന്നത്. പല സ്ഥലങ്ങളിലും യക്ഷി പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് കോമഡിയോ ചിരിയോ വരുന്നത്. അതായത് ഈ ആനിമേഷൻ പടത്തിൽ പോലും ചെയ്യാവുന്നതൊക്കെ വളരെ അധികം ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് ആയിരുന്നു ഈ സിനിമയിൽ. സോ വളരെയധികം എന്നെ നിരാശപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു സുമതി വളവ്. അപ്പോൾ അതേപോലെ ഇത്രയേ ഉള്ളൂ ഈ സിനിമയെ പറ്റി പറയാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.